വയനാട് കൽപ്പറ്റയ്ക്ക് പിന്നാലെ കണിയാമ്പറ്റയിലും വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. കണിയാമ്പറ്റ സ്വദേശിയായ 14-കാരനെയാണ് ഒരു സംഘം വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. ഇന്നലെ ഉച്ചയോടെ വില്ലേജ് ഓഫീസ് റോഡിന് സമീപത്ത് വെച്ചാണ് സംഭവം. ഇപ്പോൾ ആ വിദ്യാർത്ഥിയുടെ പ്രതികരണം വരുന്നുണ്ട്. അതിലേക്ക് പോലീസ് സ്റ്റേഷനിലും ഹോസ്പിറ്റലിലൊക്കെ വന്ന് എന്താ കാരണം? ഒരാളെ അടിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ല മോനെ? കാരണം അവനോട് ചോദിച്ചിട്ട് തന്നെ അവനൊന്നും പറഞ്ഞില്ല. പഠിക്കുന്ന പേര് പറയണ്ട. കൂടെ പഠിക്കുന്നതല്ല, പഠിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ പഠിക്കുന്നില്ല. അടിക്കാൻ കാരണം നമ്മളെ ഇതിനെ മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നം അവൻ അടിച്ചിട്ട് തന്നെ നമ്മള് മിണ്ടലൊന്നും ഇല്ലേനു. 2 കൊല്ലമായിട്ട് സംസാരിക്കലും ഇതൊന്നും ഇല്ലേനു. അപ്പൊ ആ ഒരു ദേശീയാൻ തോന്നുന്നു. മോൻ +2 ഞാൻ 10. അവരോ? അവൻ 10. ഈ പുറത്തൊക്കെ എങ്ങനെ കഴിഞ്ഞു പോയോരാ? മുമ്പ് കൂടെ പഠിച്ചു. 2 സ്കൂളിൽ. ഈ പുറത്തൊക്കെ എങ്ങനെ മുറിഞ്ഞത്? എങ്ങനെ? പുറത്ത് എന്റെ ബേക്കില് ചവിട്ടിയിട്ട് കമ്പുവേലിന്റെ ഉള്ളിലേക്ക് ചവിട്ടിയിട്ട് അപ്പൊ കമ്പി ഫുള്ളായിട്ട് കേറിപ്പോയിട്ട് മുറിഞ്ഞ്. മുഴുവൻ മുറിഞ്ഞിട്ടുണ്ടോ? ഫുള്ള് മുറിഞ്ഞു. കഴുത്തിലൊക്കെ? കഴുത്ത് പിടിച്ചിട്ട് നെരിച്ച് പിടിച്ചിട്ട്. പഠിച്ചവരാ? കണിയാമ്പറ്റയ്ക്ക് കൽപ്പറ്റയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ കണിയാമ്പറ്റയിൽ നിന്ന് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത്. എന്തായാലും ഈ സംഭവം കൽപ്പറ്റയിൽ നേരത്തെ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രശ്നം നിലച്ചൊരു പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് കണിയാമ്പറ്റയിലാണ്. ഈ കുട്ടി നേരത്തെ കണിയാമ്പറ്റ സ്കൂളിൽ ആണ് പഠിച്ചിരുന്നത്. അതിനുശേഷം സ്കൂൾ മാറ്റി. അതായത് ഈ ശല്യം കൊണ്ട് തന്നെ വീട്ടുകാർ സ്കൂൾ മാറ്റുകയാണ് ഉണ്ടായതെന്നുള്ളതാണ് പറയുന്നത്. കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത് അതായത് ഈ ഒരു കുട്ടിയുടെ ശല്യം കൊണ്ട് മാറ്റുകയാണ് ഉണ്ടായതെന്നുള്ളതാണ്. കഴിഞ്ഞ 8ാം ക്ലാസ് മുതൽ തന്നെ ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്കൂൾ വിട്ടു വരുമ്പോൾ ഇന്നലെ ഉച്ചയോടുകൂടി മുട്ടിൽ സ്കൂളിലാണ് പഠിക്കുന്നത്. മുട്ടിലെ ഒരു സ്കൂളിലാണ് ഈ കുട്ടി പഠിക്കുന്നത്. ആ കുട്ടി അവിടെ നിന്നും നേരെ മറ്റൊരു വിദ്യാലയത്തിലേക്ക് നാട്ടിലേക്ക് കണിയാമ്പറ്റയിലേക്ക് വരുന്ന ഘട്ടത്തിൽ അവിടെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം നേരെ ഈ കമ്പിവേലിക്ക് അകത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. വലിയ രീതിയിലുള്ള മുറിവുകൾ ശരീരത്തിലുണ്ട്. അതായത് കുട്ടിയുടെ പുറം ഉൾപ്പെടെ പൊളിഞ്ഞ നിലയിലാണുള്ളത്. വലിയ രീതിയിലുള്ള അതിക്രമം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ കമ്പളക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുകയാണ്. പോലീസ് കടക്കുകയാണ്. എന്തായാലും കുട്ടി തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടി തന്നെ പങ്കുവെക്കും. മോനെ സ്കൂളിൽ നിന്ന് വരുന്ന ഘട്ടത്തിലാണ് ഉണ്ടായത് സംഭവിച്ചത്? കുട്ടി തിരിച്ചു വരുന്നതിന് അപ്പോഴാണ് എന്നെ ഫ്രണ്ട്സ് സാധാരണ വിളിച്ച് നമ്മളെല്ലാവരും പോകുന്നവര് ഞാനും പോയപ്പോഴാണ് അങ്ങനെ ഓല് പറയുന്നത് ഇങ്ങനെ അടിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവനെന്നെ അടിച്ച് കമ്പിവേലിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ചവിട്ടി തലക്കൊക്കെ 2 കുത്തി. ഇപ്പോൾ പിന്നെ ഫുള്ളായിട്ട് മുറിഞ്ഞ് അങ്ങനെയാണ് അടി. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്ന് ഉമ്മാനോടും എല്ലാവരോടും കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ പോലീസ് സ്റ്റേഷനിലും ഹോസ്പിറ്റലിലും എല്ലാം പോയി ഇങ്ങനെ കേസായത്. ഫോണിലാരാ വീഡിയോ പകർത്തിയതാരാ? ഫോണിൽ വീഡിയോ പകർത്തിയത് ആരാ അറിയില്ല. അത് ഓനാ പറഞ്ഞത്. ഒറ്റയ്ക്കുണ്ടായിരുന്നു അതോ കൂട്ടായിട്ടുണ്ടായിരുന്നു? കൂട്ടായിട്ടുണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു മൊത്തം? ഒരു 5-6 ആൾക്കാരുണ്ടായിരുന്നു. അതിനുശേഷം പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ 8ാം ക്ലാസ് മുതലേ മോനെ ഉപദ്രവിക്കുന്നുണ്ട് അവരെന്ന് പറയുന്നുണ്ട്. അതൊരാളാണോ അതോ ഒരുപാട് പേര് ഉപദ്രവിക്കുന്നുണ്ടോ? എന്താണ് സ്ഥിതി? സ്കൂൾ മാറാനൊക്കെ കാരണം അതാണോ? അത് ഒരാൾ തന്നെ ഇതിന് മുമ്പ് അടി ഉണ്ടായിട്ട് നമ്മള് പ്രശ്നം ഇനി വേണ്ടാലോ വെച്ചിട്ട് നമ്മളെ ഭാഗത്ത് നമ്മളെ ക്ലിയർ ആക്കിയിട്ട് സ്കൂൾ മാറി കൊടുത്തത്. പക്ഷെ എന്നിട്ടും ബേക്കിൽ ഇങ്ങനെ വരിക പറഞ്ഞാല് നിരന്തരം ഉപദ്രവിക്കുകയാണോ? ഒപ്പം ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആളാണോ ഈ പയ്യൻ? ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. പിന്നെ എന്നോട് എന്തോ ദേഷ്യം ഉണ്ട്. അപ്പൊ മുതലേ ഈ ശത്രുത അങ്ങനെ കാണിക്കുന്നുണ്ട് ഈ പയ്യൻ? ശത്രുത ഉണ്ട്. 8ാം ക്ലാസ് മുതലാണ് ശത്രുത. എന്തായാലും മോന്റെ ആരോഗ്യാവസ്ഥ ഇപ്പോൾ അഡ്മിറ്റ് ആണോ? അഡ്മിറ്റ് എക്സ്റേ എടുത്തിട്ടുണ്ട്. ഇനി അത് ഡോക്ടറെ കാണിക്കണം. എന്തായാലും ദാരുണമായ സംഭവം തന്നെ വിശേഷിപ്പിക്കും. കാരണം തുടർച്ചയായി ഇത്തരം വാർത്തകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. കുട്ടിയുടെ അമ്മ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. കുട്ടിയുടെ മാതാവ് നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? ശരിക്ക് പറയാനുള്ളത് ഇവരിത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ കോംപ്രമൈസ് ചെയ്യായിരുന്നു. പക്ഷെ ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ മോൻക്ക് ഇത് ഫസ്റ്റ് അനുഭവമല്ല. 3-4 പ്രാവശ്യം എൻ്റെ മോനെ തല്ലി ഒരുവിധാക്കിയതാണ്. എന്നിട്ട് ഞാൻ ഇവൻ്റെ ശല്യം വേണ്ടാന്ന് വിചാരിച്ച് സ്കൂൾ മാറ്റിയിട്ട് ഇപ്പം 2 വർഷമായിട്ട് ഇവർ തമ്മിൽ ഒരു ഇടപാടും ഇല്ല. അവൻ വേറെ സ്കൂളിൽ ഇവൻ വേറെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്നലെ സ്കൂൾ വിട്ട് വരുന്നത് വെയിറ്റ് ചെയ്ത് ഇവർ ട്രാപ്പ് ചെയ്ത് പിടിച്ചതാണ്. എന്നിട്ട് കൊണ്ടുപോയി തല്ലിയിട്ടാണ് ഇങ്ങനെ ആക്കിയത്.
നിങ്ങളിപ്പോ പോലീസിൽ പരാതി കൊടുത്തോ? പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. പക്ഷെ അവര് പറഞ്ഞു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇന്റിമേഷൻ പോകണം, അങ്ങോട്ട് എത്തിയിട്ടില്ല, ഇതുവരെ എത്തിയിട്ടില്ല എന്നാ പറഞ്ഞത്. ഈ പയ്യൻ എത്ര പ്രായമുള്ള പയ്യന? 16 വയസ്സുള്ള? അവന് 16 വയസ്സുണ്ട്. എന്തായാലും ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. കൃത്യമായ വിവരമാണ് ഈ മാതാവും ഒപ്പം തന്നെ ഈ പയ്യനും ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. 14 വയസ്സാണ് കുട്ടിയുടെ പ്രായം, 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇതിനിടയിലുള്ള ഇത്തരത്തിലുള്ള ആക്രമണം കഴിഞ്ഞ 8ാം ക്ലാസ് മുതൽ തന്നെ ഈ കുട്ടിയെ ആക്രമിക്കുന്നുണ്ട്. ഇതേ തുടർന്ന് സ്കൂൾ മാറ്റി, എന്നിട്ട് പോലും തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ആക്രമണം തുടരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ തെളിവാണ് സങ്കടകരമായ കാര്യമാണ്. ഒരു വിദ്യാർത്ഥി ഇങ്ങനെ ഒപ്പം പഠിച്ച ആളാണ്, സൗഹൃദമില്ലെങ്കിലും ഇത്ര ക്രൂരത, വാശി, ദേഷ്യം എന്താണ് ഇങ്ങനെ പിന്തുടർന്നൊരു വിദ്യാർത്ഥിയെ ആക്രമിക്കാനെന്നാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. ഏതായാലും നിയമ നടപടിയിലേക്ക് പോവുകയാണ് ആ 14 വയസ്സുകാരന്റെ കുടുംബം വയനാട്ടിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.